Welcome back to our videos. Last class we ഒരു ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻ്റ് എന്താണെന്നും അതിൻ്റെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ് ഡിഫൈൻ ചെയ്തതല്ലേ. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ ബി എ ടു വേരിയബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ ഗ്രേഡിയൻ്റ് നമ്മൾ ഡെൽ എഫ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഡെൽ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ജെ എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത് ഗ്രേഡിയൻ്റ് ഓഫ് ദ ടു വേരിയബിൾ ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ യൂണിറ്റ് വെക്റ്റർ u is defined as df of u is equal to del f dot u അല്ലേ. ഗ്രേഡിയൻ ഫംഗ്ഷൻ്റെയും ഗിവൺ യൂണിറ്റ് വെക്റ്ററിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മൾ ഒരു ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്തത്. അത് യൂസ് ചെയ്തിട്ടുള്ള ബേസിക് പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. സോ ഈ വീഡിയോയിൽ കുറച്ചും കൂടെ മോർ പ്രോപ്പർട്ടീസാണ് നമ്മൾ ഗ്രേഡിയൻ ഫംഗ്ഷൻ്റെയും ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെയും മോർ പ്രോപ്പർട്ടീസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. നമുക്കറിയാം എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ടു വെക്റ്റേഴ്സ് എ ആൻഡ് ബി ഈസ് ഡിഫൈൻഡ് ആസ് നോം എ ബി കോസ് തീറ്റ എന്നാണ് ശരിക്കും. അതായത് ഇത് ഒന്നും കൂടെ സെപ്പറേറ്റ് ആക്കുകയാണെങ്കിൽ നോം എ ഇൻറ്റു നോം ബി കോസ് തീറ്റ എന്നാണ് കേട്ടോ. വെർ തീറ്റ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ ടു വെക്റ്റേഴ്സ് എ ആൻഡ് ബി എന്നാണ്. സോ ഈ ഒരു ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഡി എഫ് യുവിനെ എങ്ങനെ എഴുതാം? നമ്മുടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവിനെ നമുക്ക് ഡി എഫ് യു ഇസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം. ഇതേപോലെ എഴുതുമ്പം നോം ഡെൽ എഫ് ഇൻറ്റു നോം യു ഇൻറ്റു കോസ് തീറ്റ എന്ന് എഴുതാം. വേർ തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ ഡെൽ എഫ് ആൻഡ് യു. അതായത് നമ്മുടെ ഗ്രേഡിയൻ ഫംഗ്ഷൻ്റെയും യൂണിറ്റ് വെക്റ്ററിൻ്റെയും ഇടയ്ക്കുള്ള ആംഗിളാണ് തീറ്റ എങ്കിൽ നമുക്ക് ഡി എഫ് യുവിനെ നോം ഡെൽ എഫ് ഇൻറ്റു നോം യു ഇസ് ഇൻറ്റു കോസ് തീറ്റ എന്ന് എഴുതാം. പക്ഷേ നമുക്ക് എന്താ പറയുക, യു ഇസ് ദി യൂണിറ്റ് വെക്റ്ററാണ്. സോ നോം യു ഈസ് ഈക്വൽ ടു 1 അല്ലേ. സിൻസ് യു ഈസ് എ യൂണിറ്റ് വെക്റ്റർ കേട്ടോ. അപ്പോൾ യു ഒരു യൂണിറ്റ് വെക്റ്റർ ആയതുകൊണ്ട് നോം യു ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമുക്ക് സിംപ്ലി ഇത് എന്ത് കിട്ടും? നോം ഡെൽ എഫ് ഇൻറ്റു കോസ് തീറ്റ എന്ന് കിട്ടും. സോ ഡി എഫ് യു ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു നോം ഡെൽ എഫ് ഇൻറ്റു കോസ് തീറ്റ എന്നാണ് നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ 3 കേസായിട്ടാണ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് കേസ് എന്ന് പറയുമ്പം നമുക്കറിയാം കോസ് തീറ്റ ഹാസ് മാക്സിമം വാല്യൂ എപ്പോഴാണ് ഉണ്ടാവുക? കോസ് തീറ്റയ്ക്ക് ഹാസ് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ആൻഡ് ഇറ്റ് ഒക്കേഴ്സ് അറ്റ് തീറ്റ ഈക്വൽ ടു 0 അല്ലേ. തീറ്റ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോഴാണ് കോസ് തീറ്റ 1 ആവുക. അതാണ് കോസ് തീറ്റേൻ്റെ മാക്സിമം വാല്യൂ അല്ലേ. അപ്പോൾ ആ കേസിൽ കോസ് തീറ്റയ്ക്ക് മാക്സിമം വാല്യൂ ആവുന്ന കേസിൽ നമ്മുടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്താണ് കിട്ടുന്നത്? നമുക്ക് ജസ്റ്റ് നോം ഡെൽ എഫ് എന്നാണ്. അപ്പോൾ സിംപ്ലി തീറ്റ ഈക്വൽ ടു 0 ആവാമെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി ഗ്രേഡിയൻ ഫംഗ്ഷൻ ആൻഡ് ദി യൂണിറ്റ് വെക്റ്റർ. ആ ആംഗിൾ 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ യൂണിറ്റ് വെക്റ്ററും ഗ്രേഡിയൻ ഫംഗ്ഷനും ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതാണ് അല്ലേ. തീറ്റ ഈക്വൽ ടു 0 മീൻസ് the unit vector and the gradient function moves in the same direction. സോ അതുകൊണ്ട് തന്നെ അപ്പോൾ ആ കേസിലാണ് നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവിന് മാക്സിമം വാല്യൂ ഒക്കർ ചെയ്യുക. ദാറ്റ് ഈസ് ആ മാക്സിമം വാല്യൂ എന്താണ്? നോം ഡെൽ എഫ് എന്നാണ്. അപ്പോൾ നമ്മൾ ജോമെട്രിക്കലി പറയുന്നത് അതായത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ ഇൻക്രീസിങ് റാപ്പിഡ്ലി എന്നാണ്. എന്താണ്? given function increasing rapidly in the direction of the ഡയറക്ഷൻ എന്താണ്? ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ ശരിക്കും ഇവിടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ യൂണിറ്റ് വെക്റ്ററിൻ്റെ ഡയറക്ഷനാണ് എടുക്കുക. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞു തീറ്റ 0 ആയതുകൊണ്ട് തന്നെ യൂണിറ്റ് വെക്റ്ററിനും ഗ്രേഡിയൻ ഫംഗ്ഷനും ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ ഡെറിവേറ്റീവ് മാക്സിമം ആയിരിക്കും. തീറ്റയ്ക്ക് 0 കൊടുത്താലുകൊണ്ട് തന്നെ ഡെറിവേറ്റീവ് മാക്സിമം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. സോ ദ ഗിവൺ ഫംഗ്ഷൻ ഇൻക്രീസിങ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി എന്താണ്? ഗ്രേഡിയൻറ്റ് ഓഫ് ദി ഫംഗ്ഷൻ, ദ ഡയറക്ഷൻ ഓഫ് ദി ഗ്രേഡിയൻറ്റ് വെക്റ്റർ ഡെൽ എഫ്. ആൻഡ് ദ ഡെറിവേറ്റീവ് എന്താ കിട്ടുക? നമുക്ക് മാക്സിമം ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ആ കേസിൽ മാക്സിമം ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് നോം ഡെൽ എഫ് ആണ് കിട്ടും.
ജോമെട്രിക്കലി ഇങ്ങനെ അതായത് ഫംഗ്ഷൻ ഇൻക്രീസിങ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഗ്രേഡിയൻറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ജോമെട്രിക്കലി ഇത്രയേ ഉള്ളൂ മീൻ ചെയ്യുന്നത്. ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ ഇപ്പോൾ സെറ്റ് ഇസ് ഈക്വൽ ടു f(x,y) എന്നുള്ളതൊരു 2 വേരിയബിൾ ഫംഗ്ഷനാണ്. ആൻഡ് എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ ഇൻക്രീസിങ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഗ്രേഡിയൻറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ സ്ലോപ്പ് അതായത് ഡെറിവേറ്റീവ് മാക്സിമം എന്നാണല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം സ്ലോപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രേഡിയൻറ്റ് ഫംഗ്ഷൻ്റെ ഡയറക്ഷനിലാണ് ഒക്കർ ചെയ്യുക. അത് മാക്സിമം സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്, നോം ഡെൽ എഫ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. ദ സർഫസ് ദാറ്റ് ഈസ് ഈക്വൽ ടു f(x,y) has its maximum slope in the direction of the gradient function and the maximum slope is given by norm del f at xy. ഓക്കെ, നമുക്ക് പ്രോബ്ലം ഇത്രയൊക്കെയാണ് ചോദിക്കുക. സിമ്പിളായിട്ട് നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക. തീറ്റ ഈക്വൽ ടു 0 ആവുമ്പോഴാണ് നമുക്ക് കോസിൻ്റെ മാക്സിമം വാല്യൂ ഒക്കെ ചെയ്യുക. അതായത് കോസിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. അപ്പോൾ തീറ്റ ഈക്വൽ ടു 0 ആവുന്ന കേസിലാണ് കോസിൻ്റെ മാക്സിമം വാല്യൂ ഒക്കെ ചെയ്യുക. അപ്പോൾ തീറ്റ ഈക്വൽ ടു 0 ആവാന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ യൂണിറ്റ് വെക്റ്ററും ഗ്രേഡിയൻറ്റ് ഫംഗ്ഷനും സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ആ ടോട്ടൽ ആ ഫംഗ്ഷൻ ഗ്രേഡിയൻറ്റ് വെക്റ്റർ എന്ന് പറയുന്നത് യൂണിറ്റ് വെക്റ്ററിൻ്റെ അതേ ഡയറക്ഷനിലാണ്. അപ്പോൾ അവിടെ എന്താണ് ആ കേസിൽ നമ്മൾ പറയുന്ന ആ കേസിലാണ് നമുക്ക് തീറ്റയ്ക്ക് 0 കൊടുക്കുമ്പോഴാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് മാക്സിമം ആവുന്നത് അല്ലേ. തീറ്റ ഈക്വൽ ടു 0 കോസ് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റയ്ക്ക് മാക്സിമം വാല്യൂ ഒക്കെ ചെയ്യുന്ന തീറ്റ ഈക്വൽ ടു 0 ആയതുകൊണ്ട് തന്നെ ഡയറക്ഷണൽ ഡെറിവേറ്റീവിന് മാക്സിമം വാല്യൂ ഒക്കെ ചെയ്യുന്നത് തീറ്റ ഈക്വൽ ടു 0 ആവുന്നതാണ്. ആ മാക്സിമം വാല്യൂ നമുക്ക് കിട്ടുന്നത് നോം ഡെൽ എഫ് എന്നാണ്. ഓക്കെ, മാക്സിമം വാല്യൂ നമുക്ക് നോം ഡെൽ എഫ് ആണ്. അപ്പം ഡെറിവേറ്റീവ് മാക്സിമം ഒക്കെ ചെയ്യുന്ന കേസ് ആയതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് പറയും, ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ നമ്മൾ ക്വസ്റ്റ്യൻ വരുന്ന ആ ഒരു മോഡലാണ്, ഫംഗ്ഷൻ ഇൻക്രീസിങ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി ഗ്രേഡിയൻറ്റ് വെക്റ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, ദി ഗ്രേഡിയൻറ്റ് വെക്റ്ററിൻ്റെ അതേ ഡയറക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യും, ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ആൻഡ് ജോമെട്രിക്കലി അത് പറയുകയാണെങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ഡെറിവേറ്റീവ് എന്നൊക്കെ ഉള്ള ഡെറിവേറ്റീവ് നമുക്കറിയാം, ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഡെറിവേറ്റീവ് മാക്സിമം എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണല്ലോ. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ്റെ ആ ഒരു സർഫസിൻ്റെ സ്ലോപ്പ് ഒക്കെ ചെയ്യുന്നത് ഗ്രേഡിയൻറ്റ് ഫംഗ്ഷൻ്റെ ഡയറക്ഷനിലാണ്. അത് അവിടുത്തെ സ്ലോപ്പ് എമൗണ്ട് ഓഫ് സ്ലോപ്പ് എന്ന് പറയുന്നത് നോം ഡെൽ എഫ് ആണെന്നാണ്. അപ്പോൾ നമ്മൾക്ക് ജസ്റ്റ് ക്വസ്റ്റ്യനിൽ ഇത്രയേ ഉണ്ടാവുള്ളൂ, ഒരു ഫംഗ്ഷൻ ഏത് ഡയറക്ഷനിലാണ് ഇൻക്രീസ് ചെയ്യുക എന്നാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡെൽ എഫ് കാണും, ഗ്രേഡിയൻറ്റ് ഫംഗ്ഷൻ കാണും, ആ ഗ്രേഡിയൻറ്റ് ഫംഗ്ഷൻ്റെ അതേ ഡയറക്ഷനിലാണ് ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതെന്ന് പറയും. അതിന് അവിടുത്തെ എമൗണ്ട് ഓഫ് സ്ലോപ്പ് എത്രയാണെന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോം ഡെൽ എഫ് കാണും. കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് മാക്സിമം ആവുന്നത് തീറ്റ ഈക്വൽ ടു 0 ആവുന്നതാണ്. അപ്പോൾ തീറ്റ ഈക്വൽ ടു 0 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ യൂണിറ്റ് വെക്ടറും ഗ്രേഡിയൻറ്റ് ഫംഗ്ഷനും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത് റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യുന്നത് ഗ്രേഡിയൻറ്റ് ഫംഗ്ഷൻ്റെ ഡയറക്ഷനിലാണ് എന്ന് പറയും. അതല്ലെങ്കിൽ ആ ഒരു സർഫസ് തന്ന കർവ് അല്ലെങ്കിൽ ആ ഒരു സർഫസിനെ മാക്സിമം സ്ലോപ്പ് ഒക്കർ ചെയ്യുന്നത് ആ ഒരു ഗ്രേഡിയൻറ്റ് ഫംഗ്ഷൻ്റെ ഡയറക്ഷനിലാണ്. അവിടുത്തെ മാക്സിമം ഡെറിവേറ്റീവ് അതല്ലെങ്കിൽ മാക്സിമം സ്ലോപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്താണ്, കോസ് തീറ്റ എപ്പോഴാണ് മിനിമം വാല്യൂ ആവുക. അപ്പോൾ കോസ് തീറ്റ മിനിമം വാല്യൂ നോക്കർ ചെയ്യാം. കോസ് തീറ്റൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് -1 ആണ് അല്ലേ. അതായത് -1 എന്ന് പറയുന്നത് എപ്പോഴാണ്, തീറ്റ ഈക്വൽ ടു പൈ ആവുമ്പോഴാണ്. അപ്പോൾ തീറ്റ ഈക്വൽ ടു പൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് DUF എന്നുള്ളത് മൈനസ് നോം ഡെൽ എഫ് എന്ന് കിട്ടും. അതായത് ഇവിടെ നമുക്ക് എന്ത് കിട്ടും, മിനിമം വാല്യൂ ഒക്കർ ചെയ്യുമ്പോൾ എന്താണ്, ഡയറക്ഷണൽ ഡെറിവേറ്റീവ് മൈനസ് നോം ഡെൽ എഫ്. അതായത് നമ്മുടെ ഗ്രേഡിയൻറ്റ് ഫംഗ്ഷനും യൂണിറ്റ് വെക്റ്ററും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കിട്ടും. നേരത്തെ ഗ്രേഡിയൻറ്റ് ഫംഗ്ഷനും യൂണിറ്റ് വെക്റ്ററും സെയിം ഡയറക്ഷനിലായപ്പോൾ നമുക്ക് മാക്സിമം വാല്യൂ ഒക്കർ ചെയ്തു. ഇവിടെ നേരെ തിരിച്ച് യൂണിറ്റ് വെക്റ്ററും ഗ്രേഡിയൻറ്റ് ഫംഗ്ഷനും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാകുമ്പോഴാണ് നമുക്ക്
മിനിമം വാല്യൂ ഒക്കർ ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരെ ഓപ്പോസിറ്റ് ആക്കിയിട്ട് പറയും ദ ഫങ്ഷൻ ഈസ് ഡിക്രീസിങ് റാപ്പിഡ്ലി വെൻ ദ ഗ്രേഡിയൻറ്റ് ഫങ്ഷൻ ഈസ് മൂവ് ഇൻ ദി ഓപ്പോസിറ്റ് ടു ദി യൂണിറ്റ് വെക്റ്റർ. യൂണിറ്റ് വെക്റ്ററിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഗ്രേഡിയൻറ്റ് ഫങ്ഷൻ എങ്കിൽ ഫങ്ഷൻ ഡിക്രീസിങ് റാപ്പിഡ്ലി എന്നാണ് നമ്മൾ പറയുക. എന്താണ് ഫങ്ഷൻ ഡിക്രീസിങ് റാപ്പിഡ്ലി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ലോപ്പിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നിങ്ങൾ പറയാൻ പറ്റും ആ സർഫസിൻ്റെ സ്ലോപ്പ് എന്താണ് ഏറ്റവും മിനിമം ഏത് ഡയറക്ഷനിലായിരിക്കും? ഗ്രേഡിയൻറ്റ് ഫങ്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും സ്ലോപ്പിന് മിനിമം ഉണ്ടാവുക. ആൻഡ് ദ എമൗണ്ട് ഓഫ് സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് നോം ഡെൽ എഫ് ആയിരിക്കും. നമ്മളൊരു സ്ലോപ്പ് ഒരു സർഫസിൻ്റെ കേസിൽ ജസ്റ്റ് ഇപ്പോൾ അതായത് ഡെറിവേറ്റീവ് ആണല്ലോ പറയുന്നത്. ഡെറിവേറ്റീവ് മിനിമം ആണ്. തീറ്റ ഈസ് ഈക്വൽ ടു പൈ ആകുമ്പോൾ നമുക്ക് കിട്ടുക മിനിമം ഡെറിവേറ്റീവ് ആണല്ലോ. മിനിമം ഡെറിവേറ്റീവ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്താണ് സ്ലോപ്പ് മിനിമം ആണ്. ആ ഒരു കൺസെപ്റ്റ് തന്നെ മനസ്സിലാക്കുക. നമ്മൾ ഡെറിവേറ്റീവും സ്ലോപ്പൊക്കെ എല്ലാം ഒരു കൺസെപ്റ്റ് തന്നെയാണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് തീറ്റയ്ക്ക് പൈ ആകുമ്പോഴാണ് കോസ് തീറ്റ മൈനസ്, അതായത് കോസ് തീറ്റൻ്റെ ഏറ്റവും മിനിമം വാല്യൂ. അപ്പോൾ ആ കേസിൽ നമുക്ക് കിട്ടുക ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഏറ്റവും മിനിമം ആണ്. ആ എമൗണ്ട് എത്രയാണ്? മിനിമം ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് നോം ഡെൽ എഫ് ആണ്. അപ്പോൾ ജോമെട്രിക്കലി പറയുകയാണെങ്കിൽ ആ ഒരു സർഫസിൽ സ്ലോപ്പ് ആ സർഫസിൻ്റെ മിനിമം സ്ലോപ്പ് ഒക്കർ ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഗ്രേഡിയൻറ്റ് വെക്ടറിൻ്റെ ഓപ്പോസിറ്റാണ്. ആണ് മിനിമം സ്ലോപ്പ് ഈസ് ഗിവൺ ആസ് മൈനസ് നോം ഡെൽ എഫ് എന്നാണ്. അപ്പോൾ ഒരു ഫങ്ഷൻ ഡിക്രീസിങ് റാപ്പിഡ്ലി വെൻ ദി ഗ്രേഡിയൻറ്റ് ഫങ്ഷൻ മൂവ്സ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദി യൂണിറ്റ് വെക്റ്റർ എന്നാണ്. നമ്മുടെ യൂണിറ്റ് വെക്റ്ററിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഗ്രേഡിയൻറ്റ് ഫങ്ഷൻ മൂവ് ചെയ്യുന്നതെങ്കിൽ ആ ഫങ്ഷൻ ഡിക്രീസിങ് റാപ്പിഡ്ലി എന്നാണ് നമ്മൾ പറയുക. അതുപോലെ തന്നെ ആ കേസിൽ നമ്മുടെ സ്ലോപ്പ് മിനിമം ആയിരിക്കും. ഇനി മൂന്നാമത്തെ ഒരു കേസ് വരുന്നത് എന്ന് പറഞ്ഞാൽ തീറ്റ ഈസ് ഈക്വൽ ടു പൈ ബൈ ടു ആണ്. തീറ്റ ഈസ് ഈക്വൽ ടു പൈ ബൈ ടു എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ആ കേസിൽ നമ്മുടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? നോം ഡെൽ എഫിൻ്റെ കോസ് തീറ്റ എന്ന് പറയുമ്പം 0 എന്നാണ് വരിക. അതായത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് 0 ആവാന്നാണ്. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് 0 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷന് ചേഞ്ചസ് ഒന്നും അക്കർ ചെയ്യുന്നില്ല. അതായത് ഡെറിവേറ്റീവിൽ ഒരു ചേഞ്ചസ് ഇല്ല. ഡെറിവേറ്റീവ് ചേഞ്ചസ് ഇല്ലാതെ സ്ലോപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഫംഗ്ഷൻ ഒരു ഗ്രാഫ് സിമ്പിൾ കേസിൽ പറയുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ അല്ലേ, ഇപ്പോൾ ഇവിടെ ഒരു സ്ലോപ്പ് വരും. ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സ്ലോപ്പിൽ ഇങ്ങനെ ചേഞ്ചസ് വരികയാണ്. ഇൻക്രീസിങ് ഫംഗ്ഷൻ കർവ് ഇൻക്രീസിങ്ങും ഡിക്രീസിങ് ഒക്കെ ആവുന്നതിനനുസരിച്ച് കർവിൽ എന്താണ് ചേഞ്ചസ് ഒക്കെ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ സ്ലോപ്പ് ചേഞ്ച് ചെയ്തെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ എന്തല്ല ആ ഫംഗ്ഷനകത്ത് ചേഞ്ചസ് ഒക്കർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ശരിക്കും തീറ്റ ഈസ് ഈക്വൽ ടു പൈ ബൈ ടു ആവാന്ന് പറഞ്ഞാൽ നമ്മുടെ ആ യൂണിറ്റ് വെക്ടറും ഗ്രേഡിയൻറ്റ് ഫംഗ്ഷനും ഓർത്തോഗണൽ ആവുന്ന കേസിൽ നമ്മൾ പറയുന്നത് ഫംഗ്ഷൻ ഈസ് എന്താണ് 0 ചേഞ്ച് എന്നാണ് പറയുന്നത്. ദ ഡയറക്ഷൻ ഓഫ് 0 ചേഞ്ച് ഇൻ എഫ് എന്നാണ് പറയുന്നത്. എന്താണ് ദ ഡയറക്ഷൻ ഓഫ് 0 ചേഞ്ച് ഇൻ എഫ് എന്നാണ്. 0 ചേഞ്ച് ഇൻ എഫ് എന്നാണ് പറയുന്നത്. അതായത് ഗ്രേഡിയൻറ്റ് ഫംഗ്ഷനും യൂണിറ്റ് വെക്ടറും ഓർത്തോഗണലാണെങ്കിൽ ആ കേസിൽ ഡയറക്ഷൻ ഓഫ് 0 ചേഞ്ച് ഇൻ എഫ്, അതായത് എഫിൻ്റെ ഡയറക്ഷനിൽ ഒരു ചേഞ്ചും വരില്ല. അപ്പോൾ സിമ്പിളി 3 കേസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ ഇൻക്രീസിങ് റാപ്പിഡ്ലി ആവുന്നത് ഏത് ഡയറക്ഷനിലാണ്, ഡിക്രീസ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ്, ആ ഫംഗ്ഷൻ ചേഞ്ചസ് ഒക്കർ ചെയ്യാത്ത ഏത് ഡയറക്ഷനിലാണെന്നാണ് ചോദിക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ പറഞ്ഞത് 3 കേസിൽ നമുക്ക് ഏതൊരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാലും ആ ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻറ്റ് കാണാൻ പറ്റും അല്ലേ. ഗ്രേഡിയൻറ്റ് ഫംഗ്ഷൻ ഡെൽ എഫ് കാണാൻ കഴിയും. ആ ഡെൽ എഫ് ഗ്രേഡിയൻറ്റ് ഫംഗ്ഷൻ്റെ അതേ ഡയറക്ഷനിലാണ് ആ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത്. ആ ഗ്രേഡിയൻറ്റ് ഫംഗ്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആ ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രേഡിയൻറ്റ് ഫംഗ്ഷൻ കണ്ടിട്ട് ആ ഗ്രേഡിയൻറ്റ് ഫംഗ്ഷൻ്റെ നെഗറ്റീവ് കാണാം. അപ്പോൾ എന്ത് ചെയ്യും? ഗ്രേഡിയൻറ്റ് ഫംഗ്ഷന് ഓപ്പോസിറ്റായിട്ടുള്ള ഒരു വെക്ടറാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഗ്രേഡിയൻറ്റ് ഫംഗ്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മുടെ ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്കൊരു ഗ്രേഡിയൻറ്റ് ഫംഗ്ഷൻ കണ്ടു കഴിഞ്ഞിട്ട് ആ ഗ്രേഡിയൻറ്റ് ഫംഗ്ഷനായിട്ട് ഓർത്തോഗണലായിട്ടുള്ളൊരു വെക്ടർ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ആ വെക്ടറിൻ്റെ ഡയറക്ഷനിൽ എന്തുണ്ടാവില്ല,
നമ്മുടെ ഫംഗ്ഷന് ചേഞ്ചസ് ഉണ്ടാവില്ല. ഈ 3 കേസാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പ്രോബ്ലം സിമ്പിളായിട്ട് അത്ര മനസ്സിലാക്കി വെക്കുക. ഗ്രേഡിയൻ ഫംഗ്ഷൻ കണ്ടിട്ട് അതുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ കമ്പയർ ചെയ്യാം ഈ ഒരു 3 കേസ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 2 കേസ് സിമ്പിളാണ്. ഗ്രേഡിയൻ ഫംഗ്ഷൻ കണ്ടിട്ട് അതിൻ്റെ ഡയറക്ഷൻ വേണമെങ്കിൽ ഗ്രേഡിയൻ ഫംഗ്ഷൻ്റെ അതേ ഡയറക്ഷനിലുള്ളൊരു യൂണിറ്റ് വെക്റ്റർ, ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷനിലൊരു യൂണിറ്റ് വെക്റ്റർ കാണുക എന്ന് പറഞ്ഞാൽ എത്ര ചെയ്താൽ മതി. നമ്മൾ ഗ്രേഡിയൻ ഫംഗ്ഷൻ കാണുക, പിന്നെ ആ ഗ്രേഡിയൻ ഫംഗ്ഷൻ അതിൻ്റെ നോർമൽ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷനിലൊരു യൂണിറ്റ് വെക്റ്റർ നമുക്ക് കിട്ടും. ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷനിലൊരു യൂണിറ്റ് വെക്റ്റർ കിട്ടും. ഓക്കെ, അതുപോലെ തന്നെയാണ് ഓപ്പോസിറ്റിൻ്റെ കേസും. പിന്നെ നമുക്ക് ഒരു ഫംഗ്ഷൻ ചേഞ്ചസ് ഒക്കെ ചെയ്യാത്തൊരു വെക്റ്റർ കാണാം, ഡയറക്ഷൻ കാണാമെന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. അവിടെ നമുക്ക് ആ ഓർത്തോഗണൽ, അതായത് നമുക്കുള്ള ഗ്രേഡിയൻ ഫംഗ്ഷനുമായിട്ട് ഓർത്തോഗണലായിട്ട് വരുന്ന ഒരു വെക്റ്റർ കണ്ടുപിടിക്കണം. ആ ഒരു കേസിൽ മാത്രമാണ് വെക്റ്റർ കണ്ടുപിടിക്കേണ്ടി വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യനാണ് ഫൈൻഡ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി. അതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ആൻഡ് ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി അറ്റ് ദ പോയിന്റ് സ്പെസിഫൈ ചെയ്തൊരു പോയിന്റ് തന്നിട്ടുണ്ട്. അറ്റ് ദ പോയിന്റ് 1 1. വാട്ട് ആർ ദ ഡയറക്ഷൻ ഓഫ് സീറോ ചേഞ്ച് ഇൻ എഫ് അറ്റ് 1 1. ഇതിലാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മൾ സിമ്പിൾ എന്താണ്, നമുക്ക് ഗിവൺ ദാറ്റ് എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷൻ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത് ഏതിൻ്റെ ഡയറക്ഷനിലാണ്, ഗ്രേഡിയൻ ഫംഗ്ഷൻ്റെ ഡയറക്ഷനിലാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി, ഈ ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻ ഫംഗ്ഷൻ ഗ്രേഡിയൻ വെക്റ്റർ എന്താണെന്ന് കണ്ടുപിടിക്കുക, അതിൻ്റെ ഡയറക്ഷനിലാണെന്ന് പറഞ്ഞാൽ മതി. വേണമെങ്കിൽ എക്സ്ട്രാ ആയിട്ട് ആ ഗ്രേഡിയൻ അവിടെ ആ ഡയറക്ഷനിലൊരു യൂണിറ്റ് വെക്റ്ററും കൂടെ കണ്ടാൽ ആ ഡയറക്ഷനിലാണെന്ന് മാത്രം ജസ്റ്റ് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ഗ്രേഡിയൻ കാണാൻ നമുക്കറിയാമല്ലോ. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ ആകുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഡോ എഫ് ബൈ ഡോ എക്സ് അല്ലേ, അല്ലെങ്കിൽ എഫ് എക്സ് ഇസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു എക്സിലെ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 2x പ്ലസ് വൈ എന്ന് കിട്ടും. എഫ് വൈ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, വൈ പ്ലസ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 2y. ഓക്കെ, അപ്പോൾ നമ്മോട് വിത്ത് റെസ്പെക്ട് ടു അറ്റ് ദ പോയിന്റ് 1 1 എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എഫ് എക്സ് അറ്റ് ദ പോയിന്റ് 1 1 എന്ത് കിട്ടും, നമുക്ക് 1 1 എന്ന പോയിന്റ് കൊടുത്താൽ 2 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. അതുപോലെ തന്നെയാണ് എഫ് വൈ അറ്റ് ദ പോയിന്റ് 1 1 1 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 3 എന്ന് തന്നെ കിട്ടും. സോ നോം ഡെൽ എഫ് ഗ്രേഡിയൻ ഫംഗ്ഷൻ ഡെൽ എഫ് ഓഫ് എക്സ് വൈ ബൈ ഡെഫിനിഷൻ ഡെൽ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എഫ് എക്സ് ഇൻറ്റു ഐ പ്ലസ് എഫ് വൈ ഇൻറ്റു ജി. ഞാൻ ഡോ അതല്ലെങ്കിൽ ഇന്നലൊക്കെ പറഞ്ഞ ഡോ എഫ് ബൈ ഡോ എക്സ് ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ, കൺഫ്യൂഷൻ ആവരുത്. ഡോ എഫ് ബൈ ഡോ എക്സിൻ്റെ ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ജെ എന്ന് പറഞ്ഞാലും എഫ് എക്സിൻ്റെ ഐ പ്ലസ് എഫ് വൈ ഇൻറ്റു ജെ എന്ന് പറഞ്ഞാലൊക്കെ സെയിം ആണ്. സോ എന്നിട്ട് നമുക്ക് നമ്മളിവിടെ വാല്യൂ കൊടുത്തിട്ടുണ്ടല്ലേ, ഡെൽ എഫ് ഓഫ് അറ്റ് ദ പോയിൻറ്റ് 1 1 ആയതുകൊണ്ട് തന്നെ അറ്റ് ദ പോയിൻറ്റ് 1 1 എഫ് എക്സ് നമുക്ക് എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്, 3 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ 3i പ്ലസ് എഫ് വൈയും അറ്റ് ദ പോയിൻറ്റ് 1 1 എന്ത് തന്നെയാണ്, 3 ആണ്. സോ 3i പ്ലസ് 3j ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് കിട്ടി, ഗ്രേഡിയൻ വെക്റ്റർ അറ്റ് ദ പോയിൻറ്റ് 1 1 എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടി, 3i പ്ലസ് 3j ആണ് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി, ബൈ ദ പ്രോപ്പർട്ടീസ് ഓഫ് directional derivative, we have the function f increases rapidly in the direction of the gradient vector. By the properties of the directional derivative, we have a function increases rapidly in the direction of the gradient vector. Okay, നമ്മൾ പ്രോപ്പർട്ടി ഇപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതാണ്. പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി ഗ്രേഡിയൻറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ കേസിൽ അങ്ങനെ എന്ത് പറയാൻ പറ്റും, ദിസ് ഫംഗ്ഷൻ ഈസ് ആൾസോ
ഇൻക്രീസസ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ. ഇപ്പോഴത്തെ ഗ്രേഡിയൻറ്റ് വെക്റ്റർ എന്ന് പറയുന്നത് എന്താണ്? 3i+3j. അപ്പോൾ സോ 3i+3j എന്നുള്ള ഈ ഒരു വെക്റ്ററിൻ്റെ ഡയറക്ഷനിലാണ് നമുക്ക് തന്നിട്ടുള്ള ഫങ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, ഹെൻസ് the given function increases rapidly. The given function increases rapidly in the direction of 3i+3j. ഇവിടുത്തെ ഗ്രേഡിയൻറ്റ് വെക്റ്റർ എന്ന് പറയുന്നത് ഏതാണെന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് 3i+3j ആണ്. അതുകൊണ്ട് തന്നെ the given function increases rapidly in the direction of 3i+3j. ഈ ഡയറക്ഷനിലുള്ളൊരു യൂണിറ്റ് വെക്റ്ററും കൂടെ വേണമെങ്കിൽ നമുക്ക് കാണാം. ആൻഡ് ദ യൂണിറ്റ് വെക്റ്റർ ഇൻ ദിസ് ഡയറക്ഷൻ നമുക്കിത് കിട്ടാം. and the unit vector in this direction is given by the direction. അതായത് നമുക്ക് ഈ ഒരു ഗ്രേഡിയൻറ്റ് വെക്റ്ററിൻ്റെ ഡയറക്ഷനിലാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ ജസ്റ്റ് ഏത് ഡയറക്ഷനിലാണ് ഇൻക്രീസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുള്ളൂ. ഇതുവരെ എഴുതിയാലും കംപ്ലീറ്റ് ആണ്. 3i+3 നമ്മൾ ഗ്രേഡിയൻറ്റ് ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻറ്റ് വെക്റ്ററിൻ്റെ ഡയറക്ഷനാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഗ്രേഡിയൻറ്റ് വെക്റ്റർ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 3i+3j ആണ്. സോ 3i+3jൻ്റെ ഡയറക്ഷൻ ഏതാണോ ആ ഡയറക്ഷനിലായിരിക്കും നമ്മുടെ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുക. ഇനി വേണമെങ്കിൽ ആ ഡയറക്ഷനിലുള്ളൊരു യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇതിനെ നോർമൽ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, സോ one of the unit vector in the direction of the gradient vector is given by u is equal to 3i+3j divided by norm 3i+3j എന്ന് കിട്ടും. സോ ഇതിൻ്റെ നോം എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? 3i+3j divided by √3² + 3² എന്ന് കിട്ടും. സോ അവിടെ 3 ഔട്ട് സൈഡ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് i+j എന്നാണ് കിട്ടുക. ഇവിടെ 3 സ്ക്വയർ 9 നമ്മൾ 18 കിട്ടും. സോ 18നെ 9 × 2 എന്ന് എഴുതാം. ആ 9 ഔട്ട് സൈഡ് എടുത്ത് കഴിഞ്ഞാൽ 3 × √2 എന്നാണ് വരിക. സോ 3യും 3യും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിംപ്ലി ഇതൊരു യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുന്നത് i/√2 + j/√2 എന്ന് കിട്ടും. സോ കർവ് ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്റ്ററാണ് i/√2 + j/√2. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? അടുത്ത പോയിൻ്റ് 1 ഏത് ഡയറക്ഷനിലാണ് കർവ് ഡിക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? ഗ്രേഡിയൻറ്റ് വെക്റ്ററിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കർവ് ഡിക്രീസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രേഡിയൻറ്റ് വെക്റ്റർ 3i+3j ആയതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പം -del(f) എന്ന് പറയുമ്പോൾ എന്ന് കിട്ടും നമുക്ക് -3i-3j എന്ന് കിട്ടും. അതുപോലെ തന്നെ ഡയറക്ഷനിലുള്ളൊരു യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് -i/√2 -j/√2 എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് എഴുതുകയാണ്. The function decreases most rapidly in the direction of -del(f) at 1, 1. That is in the direction of -3i-3j. ഓക്കെ, del(f)ൻ്റെ നേരെ നെഗറ്റീവ് അതിൻ്റെ ഡയറക്ഷനിലായിരിക്കും നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുന്നത്. സോ എ യൂണിറ്റ് വെക്റ്റർ ഇൻ ദീസ് ഡയറക്ഷൻ എന്താ കിട്ടും നമുക്ക്? ജസ്റ്റ് അതിൻ്റെ and the unit vector in this direction is u is equal to ചെയ്ത് നോക്കിയാൽ തന്നെയാണ് കിട്ടുന്നത് നിങ്ങൾക്ക് -i/√2 -j/√2 എന്ന് കിട്ടും. ഓക്കെ, ഇതായി നമ്മോട് എക്സ്ട്രാ നോട് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദി ഡയറക്ഷൻസ് ഓഫ് 0 ചേഞ്ച് ഇൻ f at 1, 1 ആണ്. ഫങ്ഷണൽ ചേഞ്ച് ഒക്കെ ചെയ്യാത്തത് ഏത് ഡയറക്ഷനിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഗ്രേഡിയൻറ്റ് ഫംഗ്ഷൻ നമുക്കറിയാം. ആ ഗ്രേഡിയൻറ്റ് ഫംഗ്ഷനോട് ഓർത്തോഗണലായിട്ടൊരു വെക്റ്റർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ വെക്റ്ററിൻ്റെ ഡയറക്ഷനിൽ ആ ഫംഗ്ഷന് എന്തുണ്ടാവില്ല? ചേഞ്ച് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്.
ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഓർത്തോഗണലായിട്ടൊരു വെക്റ്റർ എടുക്കുകയാണ്. ഇപ്പോൾ ഇത് 2 വേരിയബിൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 കമ്പോണൻ്റുള്ളൊരു വെക്റ്റർ എടുക്കുന്നു, അസ്യൂം ചെയ്ത് എടുക്കുകയാണ്. ലെറ്റ് AI plus BJ be a vector orthogonal to del F is equal to 3I plus 3J. ഓക്കെ, del Fന് ഓർത്തോഗണലായിട്ടുള്ള ഒരു വെക്റ്ററാണ് AI plus BJ എന്ന് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ then by the properties of directional derivative, F has no change in the direction of AI plus BJ. ഓക്കെ, ഈ AI plus BJ അതായത് del Fന് ഓർത്തോഗണലായിട്ടുള്ള ആ വെക്റ്ററിൻ്റെ ഡയറക്ഷനിൽ നമ്മുടെ എഫിന് എന്തുണ്ടാവില്ല, ചേഞ്ച് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം AI plus BJയും നമ്മുടെ ഗ്രേഡിയൻറ്റ് വെക്റ്ററും എന്താണ്, ഓർത്തോഗണലാണ്. ഓർത്തോഗണലായതുകൊണ്ട് തന്നെ എന്തായിരിക്കും, അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി, ഓർത്തോഗണാലിറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, AI plus BJ ഡോട്ട് 3I plus 3J ഈക്വൽ ടു 0 ആണ്. സോ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുകയാണെങ്കിൽ 3A plus 3B is equal to 0 എന്ന് കിട്ടും നമുക്ക്. ദാറ്റ് ഈസ് 3A equal to minus 3B implies that A is equal to minus B. നമ്മൾ ഏതെങ്കിലും ചൂസ് A is equal to 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, implies that B is equal to minus 1 കിട്ടില്ലേ. സോ അപ്പോൾ നമുക്കൊരു വെക്റ്റർ കിട്ടില്ലേ. ആ വെക്റ്റർ n എന്ന് എടുക്കുകയാണെങ്കിൽ ആ വെക്റ്റർ ഏതാണ് കിട്ടുക, ഗ്രേഡിയൻറ്റ് ഫംഗ്ഷനോട് ഓർത്തോഗണലായിട്ടുള്ള ആ വെക്റ്റർ നമുക്ക് എന്ത് കിട്ടും, AI plus BJ എന്നാണ്. സോ I minus J എന്ന് കിട്ടും. സോ ദ ഗിവൺ ഫംഗ്ഷൻ ഹാസ് നോ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ n is equal to I minus J. ഇതാണ് ഈ I minus J എന്നുള്ള ഈ വെക്റ്ററിൻ്റെ ഡയറക്ഷനിൽ ഈ ഫംഗ്ഷന് എന്തുണ്ടാവില്ല, ഒരു ചേഞ്ചും ഒക്കെ ചെയ്യില്ല. സോ I minus J എന്നുള്ളതാണ് del Fനോട് ഓർത്തോഗണലായിട്ടുള്ള ഒരു വെക്റ്ററാണെന്ന് കിട്ടും നമുക്ക്. ഇനി ഒരു യൂണിറ്റ് വെക്റ്ററാണ് വേണ്ടതെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇതിന് നോർമ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ചെയ്യുക. ഹെൻസ് എ യൂണിറ്റ് വെക്റ്റർ ഓർത്തോഗണൽ ടു del F is given by m എന്ന് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ m എന്ത് കിട്ടും, I minus J by ഇതിൻ്റെ നോം ഓഫ് I minus J എന്നുള്ളതാണ്. അപ്പോൾ എന്ത് കിട്ടും, which is equal to I minus J divided by root of 1 plus 1 എന്ന് കിട്ടും. that is equal to I by root 2 minus J by root 2. So a unit vector orthogonal to del F is given by I by root 2 minus J by root 2.